ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യയുടെ കോതമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയാണ്. സർ നമസ്കാരം. നമസ്കാരമുണ്ട്. ഒരു സിറ്റിംഗ് MLA-യും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇത്രത്തോളം ഒരു ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുമായി രണ്ട് മുന്നണികളുമായി മത്സരിക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു? എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ NDAയുടെ നേതൃത്വത്തിൽ കേരളത്തിലെത്തുമ്പോൾ അത് ഈ കോതമംഗലത്തേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് എന്ന് ഞാനിതിനെ പറയുന്നുള്ളൂ. എത്രത്തോളം അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്? എനിക്ക് 100% എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് കോതമംഗലത്ത് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് നിരവധി പ്രശ്നങ്ങളുള്ളൊരു ടൗണാണ് കോതമംഗലം. അതോടൊപ്പം തന്നെ വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നിരവധി പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലെല്ലാം വന്യജീവി ശല്യങ്ങളും അതോടൊപ്പം തന്നെ കർഷകർ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കുന്ന ആദായങ്ങൾ, അത് ആദായം എടുക്കേണ്ട സമയമാകുമ്പോൾ വന്യജീവികളുടെ ആക്രമണത്തിൽ അത് എടുക്കാൻ പറ്റാതെ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ കർഷകർ അത്യന്തം ദുരിതം അനുഭവിക്കുന്നൊരു സ്ഥലമാണ് ഈ കോതമംഗലം. അതിൻ്റെ നേർ ചിത്രമാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുട്ടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ചിഹ്നമായ തെങ്ങും തോപ്പാണ് എൻ്റെ ഉപജീവന മാർഗം. ഏതാണ്ട് 500ഓളം തെങ്ങ് നട്ട ഞാൻ ഇന്ന് 250 താഴെ തെങ്ങ് എനിക്കുള്ളൂ. ഒരു ദിവസം എൻ്റെ പറമ്പിൽ കയറുന്ന ആനകളുടെ എണ്ണം 7 to 9, 10 ഒക്കെയാണ്. ഒരു കൂട്ടമാണ് വന്ന് കയറുന്നത്. കയറിയാൽ ചുരുങ്ങിയത് ഒരു 8-10 തെങ്ങുകൾ വെച്ച് നശിപ്പിക്കുന്ന രീതിയിൽ. അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ഇവിടെ ഭരിച്ചവർക്ക് ഉണ്ടാക്കി തരാൻ സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെ നമുക്ക് രാത്രി കാലങ്ങളിൽ എൻ്റെ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. അത് പോകുന്ന വഴിയിൽ നിന്ന് പറഞ്ഞാൽ ഈ കുട്ടമ്പുഴയ്ക്ക് പോകുന്നത് പുന്നേക്കാട് കഴിഞ്ഞ് തട്ടേക്കാട് മേഖലകളിലാണ്. അങ്ങനെ പോയി ഞങ്ങൾ രാത്രി കാലങ്ങളിൽ നിത്യം ആനയെ ഓടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഞാനൊക്കെ ഉള്ളത്. തിരിച്ചു പോരുമ്പോൾ ഈ പോരുന്ന റോട്ടിലും ഈ പറയുന്ന തട്ടേക്കാട് മുതൽ പുന്നേക്കാട് വരെയുള്ള ഏരിയകളിലെ ആനകളുടെ കൂട്ടമാണ്. അതുപോലെ കോട്ടപ്പടി നിരവധി ആൾക്കാർ ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആനകൾ മാത്രമല്ല, മറ്റ് വന്യജീവികളുമുണ്ട്, ക്ഷുദ്രജീവികളുണ്ട്, ഈ പറഞ്ഞ കുരങ്ങ്, അതോടൊപ്പം തന്നെ പന്നി, ഇതിൻ്റെ എല്ലാം ആക്രമണമുള്ളതാണ്. നമ്മുടെ നാട് എന്ന് പറയുന്നത് കർഷകർക്ക് കൃഷി ചെയ്താൽ ആദായം കിട്ടാൻ പറ്റാത്ത, അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അതിന് പകരം അവർക്ക് ആദായം കിട്ടുന്ന മാർഗ്ഗം. ഇപ്പോൾ കുട്ടമ്പുഴ പോലുള്ള ഒരു പ്രദേശത്ത് അത് ആദിവാസി കുടികളാണ് ഏറ്റവും കൂടുതൽ. അവരുടെയൊക്കെ ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പോയി കണ്ടാൽ നമുക്കറിയാം. അതായത് കറുത്ത ഷീറ്റ് മറിച്ച് കെട്ടിയിരിക്കുന്ന ആദിവാസി കുടികൾ, അത് ആനയും വന്യമൃഗങ്ങളും അവിടെ ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള സ്ഥലമാണത്. അവിടെയാണ് ഒരു ഭിത്തി പോലും ഇല്ലാണ്ട് ഈ ആദിവാസികൾ ജീവിക്കുന്നത്. അവരുടെ വളരെ ജീവിതമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് അവരുടെ ജീവിതം. അത് ഒക്കെ നല്ല രീതിയിലേക്ക് ആക്കണമെങ്കിൽ ദീർഘവീക്ഷണമുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള നരേന്ദ്രമോദിയുടെ ആ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എത്തണം. കാരണം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതിൽ കോതമംഗലം വഴി തട്ടേക്കാട് വഴി ഒരു രാജപാത കടന്നു പോകുന്നുണ്ടായിരുന്നു പണ്ട്. ആ രാജപാതയ്ക്ക് പകരമാണ് ഇപ്പോൾ ഇതിൽ നേരിമംഗലം കൂടിയുള്ള വഴി. ഈ നേരിമംഗലം കൂടിയുള്ള വഴിയും രാജപാതയും തമ്മിലുള്ള മൂന്നാറിലേക്ക് പോകുന്ന വഴി അതിൻ്റെ ദൂരം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ കുറവാണ് ഈ പൂയംകുട്ടി വഴിയുള്ള രാജപാതയ്ക്ക്. അതിനുള്ളിൽ കൊക്കകളില്ല, കാര്യങ്ങളൊന്നുമില്ല. ആ രാജപാത ഒന്ന് തുറന്നു കൊടുക്കാൻ ഇവിടെ ഇത്രയും കാലം ഭരിച്ച ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചിട്ടില്ല. അത് തുറന്നു കൊടുത്താൽ ഈ നാടും ആ നാട്ടിലുള്ള ആദിവാസികളും അവിടുത്തെ കർഷകരും മറ്റ് കുടുംബാംഗങ്ങളുമെല്ലാം നല്ല രീതിയിൽ അവർക്ക് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കും. കാരണം പുറമേ നിന്ന് ആ മാതിരിയുള്ള ടൂറിസ്റ്റുകളെ ഇവിടെ എത്തിക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ പ്രാപ്തിയുള്ള, കഴിവുള്ള ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗുജറാത്തിലെ നർമ്മദയുടെ തീരത്ത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമ നിർമ്മിച്ചപ്പോൾ ഈ രാഷ്ട്രീയക്കാരനെല്ലാം പറഞ്ഞു, എന്തിനാണ് ഈ 3000 കോടി മുടക്കി പട്ടേലിൻ്റെ ഇത്രയും വലിയ പ്രതിമ നിർമ്മിക്കുന്നത്? പട്ടേലിൻ്റെ പ്രതിമ നിർമ്മിച്ചാൽ പട്ടിണി മാറുമോ ചോദിച്ച പാർട്ടിക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം ഇന്ന് ലോകത്തുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ആ പട്ടേലിൻ്റെ പ്രതിമ കാണാനും വരുമ്പോൾ അവിടെയുള്ള അതിൻ്റെ ചുറ്റും താമസിച്ചുകൊണ്ടിരുന്ന ആദിവാസികളുടെ എല്ലാം ജീവിത നിലവാരം മാറി. അവർക്കെല്ലാം തൊഴിലായി, അവർക്കെല്ലാം സമ്പത്തായി. ആ രീതിയിലേക്ക് ആ നാട് വളരെയേറെ വികസിച്ചു. ചുറ്റുപാട് മുഴുവൻ ആദിവാസികളായിരുന്നു അവിടെ. അത് പോയി കണ്ടവർക്കറിയാം. അതുപോലെ തന്നെ ഈ രാജപാത തുറന്നു കൊടുത്താൽ ആ പ്രദേശവും കോതമംഗലവും
ഈ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് കോതമംഗലം മാറും. അതിന് പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ നാളിതുവരെയായിട്ട് തയ്യാറായിട്ടില്ല. കോതമംഗലത്തെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരു ടൗൺ ഹാളില്ലാത്തൊരു ടൗൺ എന്ന് പറയുന്നത് ഈ കോതമംഗലമാണ്. ചുറ്റുപാടുമുള്ള മൂവാറ്റുപുഴയുണ്ട്, പെരുമ്പാവൂരുണ്ട്, അവിടെ എല്ലാം ടൗൺ ഹാളുണ്ട്. ടൗൺ ഹാളില്ലാത്ത സ്ഥലങ്ങൾ, നിയോജക മണ്ഡലങ്ങൾ കുറവാണ്. പക്ഷേ കോതമംഗലത്ത് അതില്ല. എന്തുകൊണ്ട് കോതമംഗലത്ത് വന്നില്ല? ഇവിടെ രാഷ്ട്രീയക്കാർ നാട് നന്നാക്കാനല്ല നോക്കുന്നത്. ഒരുത്തിന് എന്തെങ്കിലും ചെയ്താൽ 2012 ഈ കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഒരു കൗൺസിലറായിട്ട് ഞാൻ 5 വർഷക്കാലം ഇരുന്നിട്ടുണ്ട്. ആ കാലത്ത് ഗവൺമെൻറ് 2,25 ലക്ഷം രൂപ അനുവദിച്ചതാണ്. അത് ഉണ്ടാക്കാനായിട്ട് ഇടതുപക്ഷവും അന്ന് ഭരിച്ച വലതുപക്ഷവും കൂടി ഒന്നിച്ച് ശ്രമം നടത്തി അതിന് കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇടതുപക്ഷത്തിന് അതിൻ്റെ അപകടം മനസ്സിലാവുന്നത്. ഇത് ഭരിക്കുന്നത് ഓപ്പോസിറ്റ് കക്ഷിയായിരുന്നു, അവരുടെ പേരിലിരിക്കുന്നത്. അതുകൊണ്ട് സമ്മതിച്ചില്ല, അത് നടത്തിച്ചില്ല, ആ പൈസ ലാപ്സായി. അതിനുശേഷം ഇടതുപക്ഷം ഭരണത്തിൽ വന്നു. നാളിതുവരെയായിട്ട് അത് ഉണ്ടാക്കാൻ അവർക്കും സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു കോതമംഗലത്തെ ഒരു ക്രിമിറ്റോറിയം ഇല്ല. അതിന് നമ്മളിപ്പോൾ മൂവാറ്റുപുഴയും പെരുമ്പാവൂരിനെയും ആശ്രയിക്കണം. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ക്രിമിറ്റോറിയം വന്നില്ല? ഇവിടെ ഒരു മഴ പെയ്തപ്പോൾ കോതമംഗലം പട്ടണം നിശ്ചലമായി. പിന്നെ എന്ത് വികസനമാണ് ഇവിടെ നടക്കുന്നത്? അതായത് ഒരു ദിവസത്തെ മഴയിൽ കോതമംഗലം പട്ടണത്തിൽ ചെറു വണ്ടികളൊന്നും റോഡിലിറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതോടൊപ്പം തന്നെ ഒരു ജലവൈദ്യുത പദ്ധതി ഭൂത്താങ്കട്ടിലുണ്ട്. അത് തുടങ്ങിയിട്ട് 20 വർഷത്തിന് മുകളിലായി. നാളിതുവരെയായിട്ട് ആ ജലവൈദ്യുത പദ്ധതി ഒന്ന് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. 4 വരി പാതയുണ്ട്. 4 വരി പാത 10 വർഷം മുമ്പ് പണിത് എവിടെയാണ് 2 കിലോമീറ്റർ പണിതു. അത് അവിടെ നിന്ന് 100 മീറ്റർ കൂടുതൽ നീട്ടാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവർക്കോ സാധിച്ചിട്ടില്ല. അതിനുശേഷം ഇന്ന് പ്രകടന പത്രികയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു 5 വർഷം കൂടി കിട്ടിയാൽ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുമെന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? 10 വർഷക്കാലം ഇവിടെ കിട്ടി. ഇവിടെ ഭരിക്കുന്നത് 10 വർഷം സംസ്ഥാനം ഭരിച്ചത് ഇവിടുത്തെ MLA പാർട്ടി തന്നെയായിരുന്നു. പക്ഷേ ഇതൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. ഒരു കളിക്കളമുണ്ട് ഇവിടെ ചേലാട്, ഏതാണ്ട് 10-20 ഏക്കറോളം എടുത്തിട്ടുണ്ട് ഒരു കളിക്കളം. ഈ കോതമംഗലം എന്ന് പറയുന്നത് സ്പോർട്സിൻ്റെ ഒരു തലസ്ഥാനം എന്ന് പറയാം. കാരണം സ്കൂൾ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ ട്രോഫികൾ വാങ്ങിക്കൂട്ടിയ 2 സ്കൂളുകൾ, 3 സ്കൂളുകളുണ്ട്. ഒന്ന് കിരമ്പാറ സെൻറ്റ് സ്റ്റീഫൻസ്, അതോടൊപ്പം തന്നെ ഇവിടെ കോതമംഗലത്തുള്ള ബേസിൽ സ്കൂളും സെൻറ്റ് ജോർജ് സ്കൂളും. അവരാണ് കോതമംഗലത്തേക്ക് ഈ ട്രോഫികൾ മുഴുവൻ കൊണ്ടുവന്നിരുന്നത്. അവർക്ക് ആ കുട്ടികൾക്ക് നല്ലൊരു കളിക്കളം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നാളിതുവരെ സാധിച്ചിട്ടില്ല. അതിന് എടുത്തിട്ട ഭൂമിയിൽ ഇപ്പോൾ ചുറ്റുപാടുള്ള ജനങ്ങൾ കന്നാലി വളക്കുക. അതാണ് ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത്. ഇതിന് മാറ്റം വരണമെങ്കിൽ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണമുള്ള ഗവൺമെൻറ്റുകളും അതോടൊപ്പം തന്നെ വ്യക്തികളും ഇവിടെ വരണം. ഇന്ന് ഈ തവണ NDA നിർത്തിയിരിക്കുന്ന 140 മണ്ഡലങ്ങളിലും കഴിവും ദീർഘവീക്ഷണമുള്ള അങ്ങനെ കഴിവുള്ളവരെയാണ് നിർത്തിയിരിക്കുന്നത്. ഇതിന് ഒരു മാറ്റം ഇവിടെ അനിവാര്യമാണ്. കാരണം മാറാത്തത് മാറും. ഇപ്പോൾ കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഒരുത്തരും ചിന്തിച്ചില്ല ഒരു NDA ഒരു കൗൺസിലർ അല്ലെങ്കിൽ BJP ഒരു കൗൺസിലർ അതിൻ്റെ ഉള്ളിൽ കയറി വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചിന്തിച്ചില്ല. മാറി. കോതമംഗലത്ത് നിന്ന് NDA കൗൺസിലർമാരുണ്ട്. കോതമംഗലത്തിന് ചുറ്റുപാടുള്ള പഞ്ചായത്തുകളിൽ നിരവധി കൗൺസിൽ മെമ്പർമാർ NDA ആയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് NDA ആണ് ഭരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ തവണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നിരവധി മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾ ഇതിന് കേരള നിയമസഭയിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഈ 10 വർഷം കൊണ്ട് MLA നൽകിയ വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ സാറിൻ്റെ ഒരു കാഴ്ചപ്പാടില്ല എത്രത്തോളം ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ പ്രാവർത്തിയാകാൻ കഴിയും? എത്രത്തോളം ചെയ്തു തീർക്കാൻ കഴിയും? ഒരു 5 വർഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷം എനിക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും കോതമംഗലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കും. അതിലൂടെ വരുമാനം വലിയ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. റോഡുകളുടെ കാര്യത്തിൽ അഴിമതിരഹിതമായ ഒരു ഭരണമാണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഒരു പ്രവർത്തനം എനിക്കിവിടെ കാഴ്ചവെക്കാൻ സാധിക്കും. കാരണം ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ അഴിമതി നടക്കില്ല. ഒരു റോഡ് ടാർ ചെയ്ത ഒരു മഴ കഴിയുമ്പോൾ റീടാർ ചെയ്യേണ്ട അവസ്ഥ വരില്ല. ഇവിടെ 2020 ഇതിലേക്ക് കടന്നു വന്നത് അതുകൊണ്ടാണ്. അവരുടെ ആ കിഴക്കമ്പലം പഞ്ചായത്ത് ഏത് രീതിയിലാണ് നോക്കുന്നത് ആ രീതിയിലേക്ക് കാര്യം കൊണ്ടുവരണം. 5 വർഷം കൊണ്ട് കോതമംഗലത്ത് മുനിസിപ്പാലിറ്റിയിൽ ഞാനിരുന്ന വാർഡും എന്നോട് സമീപത്തുള്ള വാർഡുകളിലൊക്കെ ഒത്തിരി ഫണ്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. അത് കൈയിട്ട് വാരാണ്ട് അഴിമതി നടത്താണ്ട്
ഉള്ള ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഇതെല്ലാം ഇവിടെ നടക്കും. 2020 ചെയ്യുന്നത് അതാണ്. അതുകൊണ്ടാണ് അവർ ഈ കണ്ട് പഠിച്ചതിന് ശേഷമാണ് അവർ നരേന്ദ്രമോദി എന്തെന്നും നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ എന്തെന്നും കണ്ടു പഠിച്ചതിന് ശേഷമാണ് അവർ ഈ NDAയിലേക്ക് കടന്നു വന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയിലേക്കോ പ്രതിപക്ഷ കക്ഷിയിലേക്കോ കടന്നു പോകാമായിരുന്നു. അവർ വന്നത് സത്യസന്ധമായ രീതിയിലൊരു ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും കോതമംഗലത്തെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെയാണ് നമ്മളിപ്പോൾ രൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് യുവാക്കൾക്ക് നാട്ടിൽ നിൽക്കാനൊരു മനസ്സില്ല. അവർ നാട് വിട്ടു പോകുന്ന ഒരു അന്തരീക്ഷമുണ്ട്. കാരണം സാമ്പത്തിക സ്രോതസ് നമുക്ക് വളരെ കുറവാണ്. ചെയ്യുന്ന ജോലിക്കുള്ള വേതനം ലഭിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സാറിന് സാർ MLA ആയി വന്നിട്ടുണ്ടെങ്കിൽ ഈ തൊഴിൽരഹിതമായിട്ടുള്ള പ്രശ്നങ്ങൾ യുവാക്കൾക്ക് കുറച്ച് തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഒരാളും ഒരു തൊഴിൽ സ്ഥാപനം തുടങ്ങാൻ തയ്യാറല്ല. കാരണം തുടങ്ങിയാൽ നമ്മൾ ഇതുവരെ കണ്ടേക്കുന്നത് പിറ്റേ ദിവസം അതിൻ്റെ മുമ്പിൽ കൊടി കുത്തി അത് പൂട്ടിക്കുന്ന ഏർപ്പാടാണ്. ഇപ്പോൾ ഈ കോതമംഗലത്തു നിന്ന് മാത്രം ഒരു ദിവസം ഒരു 20 ലോഡ് വിറക് തമിഴ്നാട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അത് അവിടെ കമ്പനിയിലേക്ക് പോകുന്ന സ്റ്റീം ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്ന എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അത് ചെറിയ വണ്ടിക്കൊന്നുമല്ല, വലിയ 10ഉം 18ഉം വീലുള്ള ലോറികൾക്കാണ് ഈ സാധനം പോണത്. അത് അവിടെ കമ്പനികളിൽ ഉപയോഗിക്കുക. ഇന്ന് ഒരു തമിഴ്നാട്ടുകാരനെ പോലും കേരളത്തിൽ ജോലിക്കില്ല. അവനവിടെ ജോലി കിട്ടുന്നു, അവനവിടെ കൂലി കിട്ടുന്നു. പിന്നെ അവൻ നിൽക്കുന്നു. ഒരു കാലഘട്ടത്തിൽ തമിഴന്മാരായിരുന്നു അണ്ണാച്ചിമാരെന്ന് പറയും. അണ്ണാച്ചിമാരായിരുന്നു ഇവിടെ മുഴുവൻ വേലയ്ക്ക് വന്നിരുന്നത്. എന്തുകൊണ്ട് അവരിപ്പോൾ ഇവിടെ ഇല്ല? ഇവിടെ വർക്ക് നടക്കുന്നില്ല. എന്തുകൊണ്ട് ഇവിടുന്ന് നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പോകുന്നു? അവർക്ക് ഈ പറയുന്ന വിദേശങ്ങളിൽ പോയി അവിടെ ചെയ്യുന്ന തൊഴിൽ, എന്ത് തൊഴിലായാലും അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് കയറി പോകുന്നു. ഇവർക്കിവിടെ നല്ലൊരു ശമ്പളം കിട്ടുന്ന, പഠിച്ച അതിനനുസരിച്ചൊരു ജോലി കിട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം ഇവിടെ നിന്നേനെ. ഇപ്പം നമ്മൾ ഈ ബഫർ സോണ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പെടും എന്ന് പറയുന്ന ഒരു അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ട്. അവരുടെ LDF പത്രികയിലും മറ്റും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അത് കാണുകയുണ്ടായി. അപ്പോൾ എന്തായിരിക്കും അതങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരും സ്വന്തം സ്ഥലത്ത് നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ബഫർ സോണിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വനമില്ലാത്ത രാജ്യങ്ങളുടെ വനമുണ്ടാക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെയുണ്ട്. കാരണം നമ്മൾ വനത്തിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം വനമാക്കി മാറ്റണമെങ്കിൽ അവിടെ ആനയും മൃഗങ്ങളും കാരണം നമ്മൾ നട്ടു വളർത്തി ഒന്നും കിട്ടരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് ആൾക്കാർ പോകും. അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ പല പ്രദേശങ്ങളിലും ഫോറസ്റ്റുകാരെ കൊണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ 10-15 ലക്ഷം രൂപ ഒരു വീട്ടുകാർക്ക് കൊടുക്കും. ഒരു 100 വീട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ 90 വീട്ടുകാരും ഈ പറയുന്ന 5 സെൻറ്റും 10 സെൻറ്റുകാരനാണ്. അവന് ഈ 15 മേടിച്ച് പോയി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള 10 പേര് കൂടിയിട്ട് അവിടെ ഈ മൃഗങ്ങളുടെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. ഓട്ടോമാറ്റിക് അവർക്കും പോകേണ്ടി വരും. അവർക്ക് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാകും, പക്ഷേ അത് ഉപേക്ഷിച്ച് പോകേണ്ട വരും. ഓട്ടോമാറ്റിക് അത് പിന്നീട് ഫോറസ്റ്റായിട്ട് മാറും. ഇപ്പം നല്ലതണ്ണി എസ്റ്റേറ്റിലേക്ക് പോകുന്ന നമ്മുടെ രാജപാത അത് കാട് കയറിയപ്പോൾ അത് ഫോറസ്റ്റിൻ്റേതായി മാറിയെന്നാണ് ഫോറസ്റ്റുകാരുടെ ആവശ്യം അവർ പറയുന്നത്. പക്ഷേ അത് ശരിക്കും PWDയുടെ ഞങ്ങൾ നിരവധി സമരങ്ങൾ ഇവിടെ നടത്തി. PWD ഓഫീസിൽ സമരം നടത്തി, ഫോറസ്റ്റ് ഓഫീസിൽ സമരം നടത്തി. ഇത് തുറന്ന് കിട്ടിയാൽ ഈ നാടിൻ്റെ വികസനം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അത് തുറന്ന് കിട്ടണമെന്ന് കിട്ടിയ ആ പ്രദേശം മുഴുവൻ രക്ഷപ്പെടും. അവിടെ വിളിച്ചുകൊണ്ടിരിക്കുക തീരില്ല. ഒരു മിനിറ്റ് സാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന എത്ര വികസന കാര്യങ്ങളുണ്ടാകും? ഇവിടെ അടിസ്ഥാനപരമായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ആദ്യം പറഞ്ഞു, ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ക്രിമിറ്റോറിയം. ഇവിടെ ഇപ്പോൾ ഒരു ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നുണ്ട് കഴിഞ്ഞ LDFൻ്റെ കാലത്ത്. ആ ക്രിമിറ്റോറിയം നിർമ്മിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് പോയിട്ട് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഡംപിങ് യാർഡെന്ന് കേട്ടിട്ടുണ്ടോ? ഡംപിങ് യാർഡെന്ന് വെച്ചാൽ കോതമംഗലത്തെ വേസ്റ്റ് മുഴുവൻ കൊണ്ടുവന്ന് കൂട്ടുന്ന സ്ഥലം. ഒരു പട്ടി വണ്ടി ഇടിച്ചാത്താൽ, ഒരു കന്നാലി വണ്ടി ഇടിച്ചാത്താൽ അതിനെ കൊണ്ടുവന്ന്, ഞാനൊക്കെ കൗൺസിലറായിരിക്കുമ്പോൾ അവർ മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചവരെ അതിനെ കൊണ്ടുവന്ന് അവിടെ കുഴിച്ചിടും. അതാണ് ഡംപിങ് യാർഡ്. 6 മാസക്കാലം ഈച്ച കാരണം നമുക്ക് ആ ചുറ്റുപാടുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഈച്ച ഇതുമാതിരി വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ നിറച്ച് ഈച്ചയായിരിക്കും. ഫുഡ് കൊണ്ടുവന്ന് വെച്ചാൽ വിശറി കൈ പിടിക്കണം. ആ നാട്ടിലേക്ക് തന്നെ മലയും കീഴിൽ നിന്ന് നാട് കാണിക്ക് പോകണ വഴിക്കാണ് ഈ സാധനം. അത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മൂക്ക് കുത്തി അതാണ് ഡംപിങ് സ്റ്റേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. അത്രയും ഹീനമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ആണ് ഇപ്പോൾ പാവപ്പെട്ടവനെയും ഹൈന്ദവനെയും മറ്റുള്ളവരെയും ദഹിപ്പിക്കാനായിട്ടുള്ള അടക്കണേ. ഇത് നമ്മൾ പട്ടീനും പൂച്ചനും കുഴിച്ചിടുന്ന മാതിരിയല്ല. ഒരു വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് കുളിപ്പിച്ച് അതിന് പുതിയ വസ്ത്രങ്ങളും ധരിപ്പിച്ച് ഡംപിങ് യാർഡിലേക്ക് എടുക്കണമെന്ന് പറയുന്നത് തന്നെ അത് കണ്ടുപിടിച്ചവന് എന്തെങ്കിലും അവാർഡ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ കൊണ്ട് നടക്കാൻ പോയി നോക്കാൻ കോടികൾ മുടക്കി വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊടുക്കാൻ പറയും. കാരണം അതിലും നല്ല അവിടെ പോയി പിള്ളേർ പഠിക്കണ. അപ്പം ഇനിയും നിറസാന്നിധ്യമായിട്ട് കോതമംഗലത്ത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.